ആസഫ് അലി. ഈ ലാവലിൻ കേസിനെതിരെ ലാവലിനല്ല അഡ്വക്കേറ്റ് ആസഫ് അലി, അതിൽ പിടിക്കണ്ട. നോക്കൂ, ഇവിടെ പിണറായി വിജയൻ മകളിലൂടെ കൈക്കൂലി വാങ്ങിയെങ്കിൽ ഏത് തരത്തിലുള്ള സേവനമാണ് പിണറായി വിജയൻ CMRL നൽകിയിട്ടുള്ളത്? അടിസ്ഥാനപരമായ ഒരു കറപ്ഷൻ തെളിയിക്കണമെങ്കിൽ അത് വേണമല്ലോ. സർ, ഇത് കൈക്കൂലി അല്ല, ഇത് കൈക്കൂലിയല്ല. ആദ്യം ഞാൻ പറയുന്നത് കൈക്കൂലിയല്ല. 13(1)D അനുസരിച്ച് അൺഡ്യൂ എൻറിച്ച്മെന്റ് ഇല്ലിസിറ്റ്ലി, അതിനാണ് 13(1)D എക്സ്പ്ലനേഷൻ പറഞ്ഞിരിക്കുന്നത്. ഒരു പബ്ലിക് സർവന്റ് ഓർ എനി അതർ പേഴ്സൺ എന്നാണ്. അത് പബ്ലിക് സർവന്റ് ആവണമെന്നില്ല. ആ പബ്ലിക് സർവന്റ് എനി അതർ പേഴ്സൺ ഒരു സാമ്പത്തിക സ്രോതസ്സോ വസ്തുവോ കൈവശം വെച്ചു, അത് തങ്ങളുടെ വരവിൽ കവിഞ്ഞതാണെങ്കിൽ അതിന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് പബ്ലിക് സർവന്റ് ആണ്. അതാണ് ഞാൻ പറയുന്നത്. പബ്ലിക് സർവന്റ് ആണ്, PC ആക്ട് ആണ്. ഇനി ഈ ROC പറഞ്ഞിരിക്കുന്നത് CBIക്ക് അന്വേഷിക്കാം. കാരണം ഒരു കേന്ദ്ര മന്ത്രാലയവുമായ ഒരു ഒഫൻസ് ആണ് ഇത്. കേന്ദ്ര സ്റ്റാറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട 447 കമ്പനി ആക്ട്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മാതിരി മണി ലോണ്ടറിംഗ് ആക്ടിലെ പാര 29, ഇതെല്ലാം 2 കേന്ദ്ര ഏജൻസിക്ക് അന്വേഷിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ കേന്ദ്ര ഏജൻസി ഇതൊന്നും അന്വേഷിക്കില്ല. കേരളത്തിൽ ഭാവിയിൽ വരാൻ പോകുന്ന രാഷ്ട്രീയ സഖ്യത്തിന്റെ ഭാഗമായി പിണറായി വിജയനെ പേടിപ്പിച്ച് വിരട്ടി നിർത്തി കാര്യം നേടാൻ വേണ്ടിയുള്ള ലക്ഷ്യമാണ് എന്ന് ഞാൻ സംശയിക്കുന്നു. Debate with MV Nikesh Kumar.